ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമുക്ക് ഈ മെനപ്പോസ് കഴിയുമ്പോഴും അതുപോലെ ഒരു 50കൾക്ക് ശേഷമൊക്കെ സ്കിന്ന് വല്ലാണ്ട് ഡ്രൈ ആവും അല്ലേ. സ്കിന്ന് ഡ്രൈ ആവും, സ്കിന്നിൻ്റെ തിളക്കം പോവും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ, വലിയ മുഖക്കുരുകൾ, ഡിസ്കളറേഷൻ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് മെനോപോസിന് ശേഷം സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ, വാർദ്ധക്യ ലക്ഷണങ്ങൾ അങ്ങനെ ഒക്കെ വരുമ്പോൾ നമ്മൾ ക്രീമൊക്കെ വാങ്ങി അപ്ലൈ ചെയ്യും, ഫേഷ്യൽ ചെയ്യും, പിന്നെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മളൊന്ന് സംരക്ഷിച്ച് നിർത്തുമല്ലേ. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ, ഇതൊക്കെ വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇതെല്ലാം വേണം. അതോടൊപ്പം തന്നെ നമ്മൾ ഡയറ്റിങ്, അതായത് നമ്മൾ ഫാസ്റ്റിംഗ് ഒന്ന് ശീലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇപ്പം കിട്ടുന്നതിൻ്റെ ഒരു ഡബിൾ റിസൾട്ട് കിട്ടും ഈ കൂട്ടത്തിൽ നമ്മൾ ഫാസ്റ്റിങ്ങും കൂടെ ചെയ്താൽ. അതിനുള്ള കാരണം എന്താണെന്നോ, ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ടുകാലം മുതലേ നമ്മുടെ എല്ലാ മതങ്ങളിലും അതുപോലെ നമ്മൾ എല്ലാവരും അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങാണല്ലേ ഫാസ്റ്റിങ്. അതിൽ ഒത്തിരി കാർന്നന്മാർ ബുദ്ധിപൂർവ്വം അത് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഈ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. ഈ ഫാസ്റ്റിങ് ഇപ്പം നമ്മൾ രാത്രിയൊക്കെ കഴിച്ചു 9 മണിക്ക് 10 മണിക്കൊക്കെ ഫുഡ് കഴിക്കുന്നവരെ എനിക്കറിയാം. നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ടൈം വെക്കുക. അതായത് ഒരു 13 മണിക്കൂർ തുടങ്ങി 16 മണിക്കൂർ വരെ നമ്മൾ ആ ഫുഡിൻ്റെ ഇടയ്ക്ക് സമയം കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്, ഒരു 13-16 മണിക്കൂർ നമ്മുടെ വയറ് കാലിയായിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പം എന്താണെന്നോ, നമ്മൾ വൈകിട്ടത്തെ ഫുഡ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. ഒരു 7 മണിക്കൊക്കെ കഴിക്കുക. ഒരു 7 മണിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു 9 മണി 10 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ടൈം കിട്ടും കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും സമയം നമ്മുടെ വയറ് കാലിയാണ്, നമ്മുടെ ആ ദഹന പ്രക്രിയയ്ക്കുള്ള സമയം കുറയും ശരീരത്തിന്. ഇപ്പോൾ എന്താ രാത്രി ഇറങ്ങുമ്പോൾ ചെയ്യണമെന്നോ നമ്മുടെ ശരീരം, ഇപ്പം നമ്മൾ കഴിച്ച് കിടക്കണത് ദഹിപ്പിക്കാനേ ശരീരത്തിന് സമയമുള്ളൂ കേട്ടോ. നമ്മുടെ ഇന്നർ ഓർഗൻസിന് അതിനേ സമയമുള്ളൂ. അല്ലാണ്ട് നമ്മുടെ സ്കിന്നിന് ഉള്ള സെൽസിൽ റിപ്പയർ നടത്താനോ അങ്ങനെയുള്ള നമ്മുടെ സ്കിന്നിലുള്ള ഡാമേജുകൾ മാറ്റാനോ അങ്ങനെ ഒന്നിനും ഇപ്പം നമ്മൾ സമയം കൊടുക്കണില്ല. ഫുള്ള് നമ്മൾ ചെയ്യുന്നത് ദഹിപ്പിക്കാനുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ വക ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നമുക്ക് ഒരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിന് തന്നെ നമ്മുടെ സ്കിന്നിന് തിളങ്ങാനും സ്കിന്നിനുള്ള പോഷകവും കൊടുക്കാനും എല്ലാത്തിനും കഴിവുണ്ട്. പക്ഷെ നമ്മൾ ആ കഴിവിനെ നമ്മൾ പ്രയോഗിപ്പിക്കുന്നില്ല, നമ്മളത് ഉപയോഗിക്കുന്നില്ല. നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഫുഡ് കഴിപ്പിക്കുന്ന സമയം അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി എന്നെ ശ്രദ്ധിക്കുന്ന 50 വയസ്സിന് ശേഷമുള്ളവർ അല്ലെ 45 വയസ്സിന് ശേഷമുള്ളവർ രാത്രി ഫുഡ് സ്കിപ്പ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഓരോരുത്തരും അയ്യോ മരുന്ന് കഴിക്കണം, അയ്യോ എനിക്ക് ഉറക്കം വരില്ല എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ 2 ദിവസം കൊണ്ടൊക്കെ ശരിയാവും. എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്തൊക്കെ ഗുണമെന്നോ നമുക്ക് വരുന്നത്. നമ്മൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുലാർ മെയിൻ്റെനൻസ് എന്ന് പറയും. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സൂക്ഷ്മകോശങ്ങൾ, അതായത് സെൽസ്, ശരീരത്തിൽ എപ്പോഴും നമ്മളൊരു 3 ആഴ്ച കൂടുമ്പോൾ നമ്മളുടെ ഈ പഴയ സെൽസൊക്കെ പോയി, അതിനാണ് നമ്മൾ ഡെഡ് സ്കിൻ, മൃതകോശങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പഴയ കോശങ്ങളൊക്കെ പോയി പുതിയ കോശങ്ങൾ വരുന്ന ഒരു പരിപാടി സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മരണം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഫാസ്റ്റിങ് എടുക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഉള്ള ഗുണം, ഈ ദഹിപ്പിക്കാനുള്ള സമയം കുറയുമ്പോൾ നമ്മുടെ ഇന്നർ ഓർഗൻസ്, നമ്മുടെ സ്കിന്നിലുള്ള റിപ്പയർ, സ്കിന്നിലല്ല സെൽസിൽ നമ്മുടെ ഇന്നർ ഓർഗൻസിൽ വരുന്ന സകലമാന റിപ്പയറിനും സമയം കിട്ടും. അപ്പം പുതിയ കോശങ്ങൾ വരും, അപ്പം നമ്മുടെ സ്കിൻ തിളങ്ങും കേട്ടോ. അപ്പോൾ ഈ ഡ്രൈ സ്കിൻ എന്നുള്ളൊരു പ്രോബ്ലം പോകാനായിട്ട് ഫാസ്റ്റിങ് ഒന്നാന്തരം ഒരു മെഡിസിനാണ്. ഓക്കെ. പിന്നെ അടുത്ത ഗുണം എന്താണെന്നോ, അടുത്തതായിട്ടുള്ള ഗുണം നമ്മളെ ഇൻഫ്ലമേഷൻസ്, നീർവീക്കങ്ങൾ. എല്ലാ രോഗത്തിൻ്റെയും ഒരു കാരണം ഈ നീർവീക്കങ്ങളാണല്ലേ. ഒത്തിരി രോഗങ്ങൾ ഇതുമൂലം വരും. അപ്പം നമ്മൾ ആഹാരം കുറച്ച് കഴിക്കുമ്പോൾ എന്താ പറ്റുന്നത്, അപ്പോൾ കലോറി കുറയ്ക്കും അല്ലേ, കലോറി കുറയ്ക്കും. അതോടുകൂടി പിന്നെ ഇൻസുലിൻ കുറയും.
അപ്പോൾ അതിൻ്റെ ഗുണമായിട്ട് സംഭവിക്കുന്നത് എന്താ, ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഇല്ലാണ്ടാവും. അപ്പം തന്നെ നമുക്ക് ഒത്തിരി സുഖം, നമ്മുടെ കയ്യിൽ നീര്, കാലിൽ നീര്, അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊക്കെ എല്ലാം നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അതാണ് രണ്ടാമത്തെ ഗുണം. പിന്നെ മൂന്നാമത്തെ ഗുണം എന്താണെന്നോ, ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടലിൻ്റെയും ആമാശയത്തിൻ്റെയും ആരോഗ്യം. ഓക്കെ, അപ്പോൾ ഈ ദഹനത്തിൻ്റെ ഭയങ്കര ജോലിയാണ് ഈ ദഹനം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ വല്ലാണ്ടുള്ള ജോലി ചെയ്ത് ഇരിക്കുന്ന കുടലിനും ആമാശയത്തിനും ഇന്നർ ഓർഗൻസിനൊക്കെ ഒരു റെസ്റ്റ് കിട്ടുമ്പോൾ കുടലിൽ അഴുക്ക് നീക്കുന്നതിനും കുടലിനും ആമാശയത്തിനും ഉള്ള ഡാമേജ് തീർക്കുന്നതിനും ഒക്കെ സമയം കിട്ടും. അങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി പേർക്കുള്ള പ്രശ്നമാണല്ലേ, പിന്നെ ഗ്യാസ്, ദഹനത്തിൻ്റെ പ്രശ്നം, വയറ്റിൽ നിന്ന് പോകുന്നില്ല, പിന്നെന്താ ഉറക്കക്കുറവ് നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കും കേട്ടോ. പിന്നെ വാദം, പേശികളൊക്കെ കോച്ച് കളിക്കുക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇത് കുറയും നമ്മൾ ഫാസ്റ്റിങ് ചെയ്യുന്നവർക്ക്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിന്നെ കുടലിൻ്റെയും ആമാശയത്തിൻ്റെയും ആരോഗ്യത്തിന് നല്ല ബാക്ടീരിയ ഉണ്ട് കേട്ടോ. അത് ഒത്തിരി സംഭവങ്ങൾ ചേർന്നതാണ് ഈ ആമാശയം, ഈ പിന്നെ നമ്മുടെ ദഹന പ്രക്രിയയും ഈ ഭാഗങ്ങളിലൊക്കെ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 10-12 ക്ലാസ് പറയണം, അതുകൊണ്ട് അതിനകത്തോട്ട് ഞാൻ കിടക്കുന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നല്ല ബാക്ടീരിയനെ വളർന്നു വരും, നല്ല ബാക്ടീരിയ കൂടും, ഈ ചീത്ത ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകുന്നതിനും അപ്പോൾ നമ്മൾ നല്ല പിന്നെ ആമാശയവും കുടലുകൾക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടും. അപ്പോൾ ഈ വക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സ്കിൻ ഡ്രൈ ആവുക, അതുപോലെ ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ, പിന്നെ പേശി സംബന്ധമായ പ്രശ്നങ്ങൾ, വാദം, അങ്ങനെയുള്ള ഒത്തിരിയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഫാസ്റ്റിങ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഇനി ഒരു വീഡിയോയും കൂടെ, നെക്സ്റ്റ് വീഡിയോയും നമുക്ക് ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ളതും നമുക്ക് പിന്നെ എല്ലാവിധ പോഷകങ്ങളും അടങ്ങിയ ഒരു ആഹാരക്രമം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എന്നാലാണ് ഇത് നമുക്ക് ഈ ഫാസ്റ്റിങ്ങും നമ്മുടെ ആഹാരക്രമവും ഒക്കെ കറക്റ്റാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കിൻ ഗ്ലോ കിട്ടും. അത് 100% ഉറപ്പാണേ. നിങ്ങളത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഈ ആദ്യം പറഞ്ഞുകൂട്ട് 7 മണിയാകുമ്പോഴത്തേനും വൈകിട്ടത്തെ ഫുഡ് കഴിച്ചിരിക്കണം. പിന്നെ പിറ്റേന്ന് ഇപ്പം നിങ്ങൾ റിട്ടയർഡൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 9 മണി 9:30 10 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചാൽ മതി. ഇനി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാനിപ്പം നമുക്ക് പ്രായമുള്ളവർക്ക് എളുപ്പമുള്ള കാര്യം പറഞ്ഞു തന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഇത് അമ്മമാർക്കൊക്കെ ഷെയർ ചെയ്യുക, മക്കൾ കാണുന്നവർ കേട്ടോ. അമ്മമാരുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.